ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹാപ്പി സൺഡേ, ഹാപ്പി ഫാദേഴ്സ് ഡേ. ഈ വീഡിയോയില് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അബുദാബി ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയിലുള്ള ഇന്ത്യൻ ഓഹരികളാണ്. ഈ ഓഹരികളെല്ലാം തന്നെ നല്ല റിട്ടേൺസ് തന്നിട്ടുണ്ട്. ഏകദേശം 106% വരെ റിട്ടേൺസ് നൽകിയ ഓഹരികളാണുള്ളത്. അപ്പൊ ഒരു 10 സ്റ്റോക്കുകളാണ് ആ ഒരു അബുദാബി ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയിൽ വരുന്നത്. അപ്പൊ അത് ഏതൊക്കെ ഓഹരികളാണ് എന്ന് നോക്കാം. അതോടൊപ്പം തന്നെ സ്വിംഗ് ട്രേഡിങ്ങിന് നെക്സ്റ്റ് 2 വീക്സ് വരെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഡിസ്ക്ലെയിമർ ആവർത്തിക്കുകയാണ്. ഞാൻ സെബി രജിസ്റ്റർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. നിങ്ങളും കൂടി എന്ത് ചെയ്യുക, സ്റ്റോക്കിന്റെ വാല്യുവേഷൻ, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, മാർക്കറ്റ് ഡയറക്ഷൻ, ഈ 4 കാര്യവും ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. ഇതില് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന സ്റ്റോക്ക് പാരാ ഡിഫൻസ് സിസ്റ്റംസ്. ഈ ഒരു സ്റ്റോക്കാണ്. സോ 1409 റുപ്പീസിൽ ട്രേഡ് ചെയ്തു. ഈ സ്റ്റോക്ക് നല്ല ഉയരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. അതായത് 684 റുപ്പീസിൽ നിന്ന് ഇപ്പൊ 1409 വന്നിരിക്കുകയാണ്. 106% ആണ് റിട്ടേൺസ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതില് ഹോൾഡ് ചെയ്യുന്നത് ADIAയുടെ ഹോൾഡിങ്സ് വരുന്നത് 3.08% ആണ് ഈ ഒരു സ്റ്റോക്ക് വരുന്നത്. ഇവരുടെ ഹോൾഡിംഗ് മൂല്യം വരുന്നത് 349 crores ആണ് വരുന്നത്. അതാണ് ആദ്യത്തെ സ്റ്റോക്ക് അബുദാബി ഇൻവെസ്റ്റ്മെന്റിൽ ഉള്ള പോർട്ട്ഫോളിയോയിൽ വരുന്ന സ്റ്റോക്ക്. ഇത് ക്യാപിറ്റൽ ഗുഡ്സിൽ തന്നെ ലാസ്റ്റ് പ്ലേസിൽ വരുന്നു. എന്നാൽ നല്ല ഒരു ഗ്രോയിങ്, അതുപോലെ ലോങ് ടേമിന് ഫോക്കസ് ചെയ്യാൻ FII ഹോൾഡിങ്സ് വർദ്ധിച്ചിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ദെൻ സെക്കൻഡ് സ്റ്റോക്ക് വരുന്നത് ഡേറ്റാ പാറ്റേൺസ്. ആ ഒരു ലിസ്റ്റില് ഡേറ്റാ പാറ്റേൺസ് ആണ് സെക്കൻഡ് വരുന്നത്. 4822 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് സെക്ടറിൽ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ PE കുറവാണെങ്കിലും കുറച്ച് കൂടുതൽ തന്നെയാണ് PE. ബട്ട് എന്നാലും ഡിവിഡൻഡ് yielding 0.21% ഡിവിഡൻഡ് വരുന്നുണ്ട്. അപ്പൊ ഇത് 1.37% ആണ് ADIA ഹോൾഡ് ചെയ്യുന്നത്. ഇത് നല്ല റിട്ടേൺസ് തന്ന ഒരു സ്റ്റോക്കാണ്. പിന്നെ ലാസ്റ്റ് 10 ഇയേഴ്സ് ആയിട്ട് ഇവരുടെ സെയിൽസ് ഗ്രോത്ത് നല്ല വർദ്ധിച്ചിട്ടുണ്ട്. ഇതും ക്യാപിറ്റൽ ഗുഡ്സ് അല്ലെങ്കിൽ എയറോസ്പേസ് ഡിഫൻസിൽ 5th ലീഡിംഗിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. ദെൻ തേർഡ് സ്റ്റോക്കിലേക്ക് കിടക്കാം. തേർഡ് സ്റ്റോക്ക് TD പവർ സിസ്റ്റംസ്. ഈ ഒരു സ്റ്റോക്കാണ്. 1273 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 81% ആണ് റിട്ടേൺസ് തന്നിരിക്കുന്നത്. അതായത് 702 റുപ്പീസിൽ നിന്ന് ഇപ്പൊ 1273 മാറിയിരിക്കുന്നത് ഈ ഒരു സ്റ്റോക്ക്. ADIയുടെ ഹോൾഡിംഗ് 1.11% ആണ് വരുന്നത്. 220 crores ആണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ ഇവര് മെയിൻ ആയിട്ട് AC ജനറേറ്റേഴ്സ്, അതുപോലെ ഇലക്ട്രിക് മോട്ടോഴ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നല്ലൊരു ഗ്രോയിങ് സ്റ്റോക്ക്. ക്യാപിറ്റൽ ഗുഡ്സിൽ തന്നെ ലാസ്റ്റ് പ്ലേസിൽ വരുന്ന ഒരു സ്റ്റോക്ക്. നല്ല ഗ്രോയിങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഇവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാൽ FII ഹോൾഡിംഗ് നല്ല വർദ്ധിച്ചിട്ടുണ്ട്. ഡിസംബർ മന്ത് കമ്പയർ ചെയ്യുമ്പോൾ മാർച്ച് മന്ത് നല്ല വർദ്ധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ആസാദ് എഞ്ചിനീയറിംഗ്. ഈ ഒരു സ്റ്റോക്കാണ്. സോ ആസാദ് എഞ്ചിനീയറിംഗ് 2095 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 27% റിട്ടേൺസ് തന്ന സ്റ്റോക്കാണ്. 1653 നിന്ന് 2095 ആ ഒരു റേഞ്ചിൽ വന്നിരിക്കുകയാണ്. അബുദാബി ഇൻവെസ്റ്റ്മെന്റ് 2.15% ആണ് ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത്. അവരുടെ പോർട്ട്ഫോളിയോയിൽ 291 crores ആണ് ഇവരുടെ ഹോൾഡിംഗ് മൂല്യം വരുന്നത്. ഇതും എയറോസ്പേസ്, ആ ഒരു ടർബൈൻസ് അല്ലെങ്കിൽ എയറോസ്പേസ്, ഡിഫൻസ്, ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. ആൻഡ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിൽ ലാസ്റ്റ് പ്ലേസിൽ എന്നാൽ ഗ്രോയിങ് ആയിട്ടുള്ളതും FII ഹോൾഡിങ്സ് ഇപ്പൊ തന്നെ കുറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ബട്ട് DAS വർദ്ധിച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്ക്. നെക്സ്റ്റ് വരുന്നത് സ്ട്രൈഡ്സ് ഫാർമ സെക്ടറിൽ വരുന്ന സ്റ്റോക്കാണ്. സ്ട്രൈഡ്സ് ഫാർമയില് 1100
11 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഇവരുടെ റിട്ടേൺസ് 23% ആണ്. 900 റുപ്പീസിൽ നിന്ന് 1111 റുപ്പീസിൽ വന്നിരിക്കുകയാണ്. ADA ഹോൾഡ് ചെയ്യുന്നത് 1.33%. ഹോൾഡിംഗ് മൂല്യം 136 crores ആണ് ഈ ഒരു സ്റ്റോക്കിന് വരുന്നത്. അപ്പൊ ഫാർമ പ്രോഡക്ട്സ് ആണ് ഇവര് മെയിൻ ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്നത്. പ്രൈസ് വെച്ചുമ്പോൾ പി നല്ല കുറവാണ്. പിന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 27.9, അതൊരു നെഗറ്റീവ് തന്നെയാണ്. പ്രൊമോട്ടർ പ്ലഡ്ജിങ് ഉണ്ട്. പിന്നെ സ്റ്റോക്ക് ബുക്ക് വാല്യൂവിനെക്കാളും 3.30 ടൈംസ് ട്രേഡ് ചെയ്യുന്നു. അതൊക്കെ ഒരു നെഗറ്റീവ് സൈഡ് ആണെങ്കിലും ഇതും ഇവരുടെ പോർട്ട്ഫോളിയോയിൽ ഉള്ളത് കൊണ്ട് ഈ സ്റ്റോക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. FA ഹോൾഡിംഗ്സ് റെഡ്യൂസ് ആയിട്ടുണ്ട്, ബട്ട് DA ഹോൾഡിംഗ്സ് ഈ സ്റ്റോക്കിനെ വർദ്ധിച്ചു. നെക്സ്റ്റ് വരുന്നത് റെയ്മണ്ട് റിയാലിറ്റി, ഈ ഒരു സ്റ്റോക്കാണ്. റെയ്മണ്ട് റിയാലിറ്റി 634 റുപ്പീസിൽ ട്രേഡ് ചെയ്യും. ഓക്കെ, സോ റെയ്മണ്ട് റിയാലിറ്റിയും ഹോൾഡിംഗ് മൂല്യം 65 crores ആണ്. ഈ സ്റ്റോക്കും ഈ ഒരു അബുദാബി ഇൻവെസ്റ്റ്മെന്റിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പൊ അതില് ഈ ഒരു റെയ്മണ്ട് റിയാലിറ്റി 522 റുപ്പീസിൽ നിന്ന് 634 റുപ്പീസ് ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുകയാണ്. ADAയുടെ ഹോൾഡിംഗ് 1.54%. ഹോൾഡിംഗ് മൂല്യം വരുന്നത് 65 crores റുപ്പീസ് ആണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ടെനാക്കോ ക്ലിയർ ഇന്ത്യ, ഈ ഒരു സ്റ്റോക്കാണ്. സോ 2018 മുതലേ ഉള്ള ഒരു സ്റ്റോക്കാണ്. ഗ്ലോബൽ ലീഡർ ആണ് ഈ ഒരു ക്ലീൻ എയർ അല്ലെങ്കിൽ പവർ ട്രെയിൻ പ്രോഡക്ട്സ് ഓട്ടോമോട്ടീവ് ആപ്ലിക്കേഷൻസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. സോ ഇവരുടെ പ്രൈസ് അതായത് 508 റുപ്പീസിൽ നിന്ന് ഇപ്പൊ 585 ആയിട്ടുണ്ട്. 15% റിട്ടേൺസ് എന്ന ഒരു സ്റ്റോക്കാണ്. ADAയുടെ ഹോൾഡിംഗ് 1.26%. അതുപോലെ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു റേറ്റ് 298 crores ആണ് ഹോൾഡിംഗ് മൂല്യം വരുന്നത്. ഇത് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പി കുറവാണ്. ROCR ഒക്കെ കൂടുതലായിട്ടുള്ള സ്റ്റോക്ക് തന്നെ. ഓട്ടോമൊബൈൽസിൽ തന്നെ ഈ സ്റ്റോക്ക് ലാസ്റ്റ് പ്ലേസിലാണ് വരുന്നത്. ആൻഡ് ഈ സ്റ്റോക്കിന്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നോക്കിയാൽ FA ഹോൾഡിംഗ്സ് ഇൻക്രീസ് ആയിട്ട്. നെക്സ്റ്റ് വരുന്നത് റെയിൻബോ ചിൽഡ്രൻസ് മെഡിക്കെയർ, ഈ ഒരു സ്റ്റോക്കാണ്. ഇതും ADAയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ആയ സ്റ്റോക്കാണ്. അതായത് 11% റിട്ടേൺസ് ആണ്. 1320 റുപ്പീസിൽ നിന്ന് 4471 എത്തിയിരിക്കുകയാണ്. മൾട്ടി സ്പെഷ്യാലിറ്റി പീഡിയാട്രിക് അതുപോലെ ഹോസ്പിറ്റൽ ഗൈനക്കോളജിക് ചെയിൻ, അത് ഒരു വൈഡ് റേഞ്ച് ഓഫ് സർവീസസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ന്യൂ ബോർണും അതുപോലെ തന്നെ പീഡിയാട്രിക് ഇൻഡസ്ട്രി കെയറിന് 1471 പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പി നല്ല കുറവാണ് ഈ ഒരു സ്റ്റോക്കിന്. പിന്നെ ഈ ഒരു ഹെൽത്ത് കെയർ സെക്ടറിൽ ലാസ്റ്റ് പ്ലേസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, FA ഹോൾഡിംഗ്സ് ഡിക്രീസ് ആയിട്ടുണ്ട്. DA ഹോൾഡിംഗ്സ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ നോട്ട് ചെയ്യേണ്ടത്. പിന്നെ നെക്സ്റ്റ് സ്റ്റോക്ക് വരുന്നത് കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെന്റ് സർവീസസ്. ഇത് 823 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 11% ഉയർന്നിട്ടുള്ള ഒരു റിട്ടേൺസ് വന്നിട്ടുള്ള സ്റ്റോക്കാണ്. 741 റുപ്പീസിൽ നിന്ന് 823 വന്നിട്ടുണ്ട്. 1.53% ആണ് ADAയുടെ ഹോൾഡിംഗ് ഈ ഒരു സ്റ്റോക്കിൽ വരുന്നത്. 312 crores ആണ് ഹോൾഡിംഗ് മൂല്യം വരുന്നത് ഈ ഒരു സ്റ്റോക്കിന്. അപ്പൊ ഇവര് മെയിൻ ആയിട്ട് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ട്രാൻസ്ഫർ ഏജൻസിയാണ്. ഈ ഒരു ഫിനാൻഷ്യൽ സർവീസസിൽ തന്നെ സെക്കൻഡ് ലീഡിംഗിൽ വരുന്ന നല്ലൊരു സ്റ്റോക്കാണ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസ് ഒക്കെ നോക്കിയാലും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. നെക്സ്റ്റ് വരുന്നത് ഗോകുൽദാസ് എക്സ്പോർട്സ്. 819 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 825, 830 ഇതാണ് ഈ സ്റ്റോക്കിന്റെ ടാർഗറ്റ്. അപ്പൊ ഈ സ്റ്റോക്ക് ഈ ഒരു അബുദാബി ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയില് വരുന്നുണ്ട്. അപ്പൊ ഇത് 10% റിട്ടേൺസ് ആണ് തന്നിരിക്കുന്നത്. അതുപോലെ 742 റുപ്പീസിൽ നിന്ന് ഇപ്പൊ 890 ട്രേഡ് ചെയ്യുന്നു. ADAയുടെ ഹോൾഡിംഗ് വരുന്നത് 1.02%. ഹോൾഡിംഗ് മൂല്യം വരുന്നത് 61 റുപ്പീസുമാണ് വരുന്നത്.
അപ്പൊ ഈ സ്റ്റോക്കുകളെല്ലാമാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു പോർട്ട്ഫോളിയോയില് അബുദാബി ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയില് മെയിൻ ആയിട്ട് വരുന്നത്. ഇതിൽ ഈ ഒരു സ്റ്റോക്കും ഉണ്ട്. ആസാദ് എഞ്ചിനീയറിംഗ് ഇതിന്റെ 2095 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 102 ആണ് ഇതിന്റെ പി വരുന്നത്. ഇതും എയറോസ്പേസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പൊ ഈ സ്റ്റോക്കും 27% റിട്ടേൺസ് വന്നിട്ടുണ്ട്. 1653 നിന്ന് 2095 റുപ്പീസ് വരെയാണ് ഇപ്പൊ ട്രേഡ് ചെയ്യുന്നത്. ADIയുടെ ഹോൾഡിംഗ് 2.15% ആണ്. ഈ ഒരു സ്റ്റോക്കിൽ 291 crores ആണ് ഹോൾഡിംഗ് മൂല്യം വരുന്നത്. ഇതൊരു ജനറൽ ഇൻഫർമേഷൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റോക്കിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകൾ. ഓക്കെ, അതായത് ഏകദേശം 40%ലൊക്കെ ഡിസ്കൗണ്ടിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകൾ. അപ്പൊ അതില് അവൈലബിൾ ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റോക്ക് നമുക്ക് പറയാം. അത് വന്നിട്ട് വിപ്രോയാണ്. വിപ്രോ ഇപ്പോൾ നല്ല ഒരു കിഴിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഏകദേശം 33% കിഴിവിലാണ്. ലോങ് ടേമിനൊക്കെ നമുക്ക് വേണമെങ്കിൽ മേടിച്ച് വെക്കാം. അതായത് ഇപ്പൊ ഡിസ്കൗണ്ടിൽ ഏതൊക്കെ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ. നെക്സ്റ്റ് വരുന്നതാണ് സ്വിഗ്ഗി. സ്വിഗ്ഗിയും നല്ല ഒരു ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏകദേശം 35% ആണ് 52 വീക്ക് ഹൈയിൽ നിന്ന് നോക്കിയാൽ ട്രേഡ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ വാലുവേഷൻ കൊള്ളത്തില്ല. വാലുവേഷൻ നല്ല സ്റ്റോക്ക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. കാരണം ഇവരുടെ വർക്കിംഗ് ക്യാപിറ്റലൊക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട്. മറ്റേ വാലുവേഷനും കൊള്ളത്തില്ല. ബട്ട് ഇപ്പോൾ ഡിസ്കൗണ്ടിൽ ഈ സ്റ്റോക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് ലോധ ഡെവലപ്പേഴ്സ്. ഓക്കെ, ലോധ ഡെവലപ്പേഴ്സ് ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ 52 വീക്കിൽ ഹൈയിൽ നിന്നും ഏകദേശം 38% ഡിസ്കൗണ്ടിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ SBI കാർഡ്സ് ആൻഡ് പേയ്മെന്റ് സർവീസസ്. ഞാൻ ഇത്തിരി കുറച്ച് സ്പീഡാക്കാം, കാരണം കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇതും 35% ഡിസ്കൗണ്ടിലാണ്. ഇപ്പൊ ഡിസ്കൗണ്ടിലാണ് എന്നാലും നല്ല വാലുവേഷൻ, ഫണ്ടമെന്റൽസ് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം നല്ല സ്റ്റോക്കുകളിൽ ലോങ് ടേമിന് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതൊക്കെ നമ്മൾ കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന സ്റ്റോക്കാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. സോ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് നോക്കിയാലും ഇപ്പൊ നല്ല ഡിസ്കൗണ്ടിലാണ്. 38% ആണ് 52 വീക്ക് ഹൈയിൽ നിന്ന് ഇപ്പൊ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. വാല്യുവേഷൻ ഒക്കെ കൊള്ളാം. ലോങ് ടേമിനൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ടാറ്റ ഗ്രൂപ്പിന്റെ സ്റ്റോക്കാണ്. ലാർജസ്റ്റ് ബിസിനസ് ഉള്ള ഒരു സ്റ്റോക്കാണ്. 50 ഇയേഴ്സോളം പഴക്കമുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വാങ്ങിച്ചിടാം. ടാറ്റ ഗ്രൂപ്പിന്റെ സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ TCS ഒക്കെ ഡിവിഡൻഡും തരുന്ന ഒരു സ്റ്റോക്കാണ്. ലോങ് ടേമിന് ഫോക്കസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇൻഫോസിസ്. 35% ഇടിഞ്ഞിട്ടുണ്ട് ഇൻഫോസിസ്. സോ ഇൻഫോസിസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, IT സെക്ടറിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. ഇപ്പൊ ഡിസ്കൗണ്ടിലുണ്ട്. 52 വീക്ക് ഹൈയിൽ നിന്ന് നോക്കുമ്പോൾ 35% ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആണ്. ഒട്ടുമിക്ക IT സ്റ്റോക്കും. HCL ടെക്നോളജീസ് നോക്കിയാലും അതും നല്ല ഡിസ്കൗണ്ടിലാണ്. HCL ടെക്നോളജീസ് 35% ഡിസ്കൗണ്ട് ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വാല്യുവേഷൻ, ഫണ്ടമെന്റൽസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു IT സ്റ്റോക്ക് ലോങ് ടേമിന് ഫോക്കസ് ചെയ്യും. പിന്നെ ITC ആണ് നെക്സ്റ്റ് വരുന്ന ആ ഒരു ലിസ്റ്റിലുള്ള സ്റ്റോക്ക്. ITC ആണെങ്കിൽ 292 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 30% ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ലോങ് ടേമിന് നല്ല ഡിവിഡൻഡ് തരുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. പിന്നെ ഇവര് 4 ബിസിനസ് സെഗ്മെന്റ് നടത്തുന്നത് കൊണ്ട് തന്നെ ഈ സ്റ്റോക്കിന് എപ്പോഴും നല്ല ഡിമാൻഡ് ആയിരിക്കും. ലോങ് ടേമിൽ നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യും. നെക്സ്റ്റ് വരുന്നത് ഹ്യുണ്ടായി മോട്ടോഴ്സ്. ഹ്യുണ്ടായി മോട്ടോഴ്സ് ഇപ്പൊ നോക്കിയാൽ 27% ഇടിവിലാണ്. 52 വീക്ക് ഹൈയിൽ നിന്ന്. ലാർജസ്റ്റ് ആയിട്ടുള്ള ഓട്ടോ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചർ ആയതുകൊണ്ട് തന്നെ ലോങ് ടേമിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാം. ഓട്ടോമൊബൈൽ സെക്ടറിൽ തന്നെ 3rd ലീഡിംഗിൽ വരുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇപ്പൊ ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആയിട്ട് ഉള്ളത്. അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്വിംഗ് ട്രേഡിങ്ങിന് നിങ്ങൾ പലരും ചോദിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ, അതായത് 200 റുപ്പീസിന് താഴെ റെക്കമെൻഡ് ചെയ്യാമോ, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ ഏതൊക്കെ സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പൊ അതിൽ ഫസ്റ്റ് 200 റുപ്പീസിന് താഴെയുള്ള സ്റ്റോക്കിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് നോക്കാം. ഈ ഒരു സ്റ്റോക്ക് 35 റുപ്പീസിലാണ് ഇപ്പൊ കറന്റ് ട്രേഡ് ചെയ്യുന്നത്. 39 ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് 33 വെക്കുക. ദെൻ മദേഴ്സ് ആൻഡ് സുമി വയറിംഗ്.
ഈ സ്റ്റോക്ക് നെക്സ്റ്റ് വരുന്നത് 38 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 41 ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് 36 വയ്ക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സഫയർ ഫുഡ്സ്. അപ്പൊ സഫയർ ഫുഡ്സ് ഈ ഒരു സ്റ്റോക്ക് 188 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 210 ആണ് ടാർഗറ്റ്. ഇതിന്റെ വാല്യുവേഷൻ കൊള്ളത്തില്ല, അത് ഞാൻ എടുത്ത് പറയാം. ബട്ട് എന്നാലും ഈ ഒരു 200 റുപ്പീസ് ആ ഒരു താഴെ നോക്കുമ്പോഴത്തേക്ക് ഈ സ്റ്റോക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. 175 സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ട്രേഡ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നതാണ് ഫിനോലെക്സ് കെമിക്കൽ. ഈ ഒരു സ്റ്റോക്ക് 43 റുപ്പീസ്. ഇത് 50 റുപ്പീസിന് താഴെയാണ്. 47 ആണ് ടാർഗറ്റ്. 41 സ്റ്റോപ്പ് ലോസ് വെക്കുക. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര 90 റുപ്പീസ്. അഗൈൻ 100 റുപ്പീസിന് താഴെ. 99 ആണ് ടാർഗറ്റ്. 85 സ്റ്റോപ്പ് ലോസ് വെക്കുക. ദെൻ ഫിലാടെക്സ് ഇന്ത്യ. ഈ ഒരു സ്റ്റോക്കാണ് നെക്സ്റ്റ് വരുന്നത്. ഇത് 100 റുപ്പീസിന് താഴെയുള്ള സ്റ്റോക്കാണ്. ടാർഗറ്റ് 60, സ്റ്റോപ്പ് ലോസ് 52 വെക്കുക. ഇതല്ലാതെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കാണ് ജിൻഡാൽ സ്റ്റീൽ. ജിൻഡാൽ സ്റ്റീലൊക്കെ 1370 വരെ പോകുന്ന ആനന്ദ് രതി റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. 1110 ആണ് സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുത്തൂറ്റ് ഫിനാൻസ്. ഈ ഒരു സ്റ്റോക്ക് 3126 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 3220 ആണ് ടാർഗറ്റ്. ആനന്ദ് രതി റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 3070 സ്റ്റോപ്പ് ലോസ് വെക്കാനും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ BSCക്ക് 4200 ആണ് ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത്. 3950 ആണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. പിന്നെ ഓല ഇലക്ട്രിക്. ഓല ഇലക്ട്രിക് ഒക്കെ 45 ആ ഒരു റേഞ്ച്, സ്റ്റോപ്പ് ലോസ് 38 വെക്കുക. പിന്നെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്. 2600 സ്റ്റോപ്പ് ലോസ് വെക്കുക. 2900 ആ ഒരു റേഞ്ച് ആണ് ടാർഗറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഏകദേശം സ്വിംഗ് ട്രേഡിങ്ങിനും അതുപോലെ ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകൾ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ പ്രയോജനപ്പെട്ടാലും മറക്കാതെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതോടൊപ്പം തന്നെ ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്യുന്ന കോൾസ് ഒക്കെ ടെലഗ്രാമിൽ വീണ്ടും കൊടുക്കാം. അപ്പൊ അതുകൊണ്ട് മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലേ ലിസ്റ്റില് ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതും കൂടി ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.